ഇതൊരു നല്ലൊരു അറിവായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ പതിയെ സമാധാനത്തിൽ ഇത് വായിക്കാൻ ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ചെറിയൊരു മാറ്റം ഒരു ദിവസം കൊണ്ടുവന്നാൽ വലിയ മാറ്റം ഭാവിയിലുണ്ടാകും. ഫ്ലൈറ്റ് ലാൻഡിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ചെറിയൊരു മാറ്റമാണ് ഫ്ലൈറ്റ് കൊണ്ടുവന്ന സമയത്ത് ഉണ്ടാകുന്നെങ്കിൽ വേറൊരു രാജ്യത്തേക്കായി എത്തുക. അതുപോലെ തോക്കിൻ്റെ, അതുപോലെ ഉന്നം, പമ്പുകൾ ഉപയോഗിച്ച് ഉന്നം ചെയ്യുന്നത്, അത് ചെറിയൊരു മാറ്റത്തിലാണ് ഇവിടുന്ന് വിടുന്നതെങ്കിൽ അത് ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോഴേക്കും വലിയൊരു ദൂരം അതുണ്ടാകും എന്ന് നമുക്കറിയാം. അതെ, പ്രശ്നങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടു മാറില്ല. പക്ഷേ അത് നമ്മൾ സമീപിക്കുന്ന രീതിയിൽ നമുക്ക് മാറ്റം വരുത്താൻ തീർച്ചയായും സാധിക്കുമെന്നത് യാതൊരു സംശയമില്ല. ചില ആളുകൾ കാണില്ല, എപ്പോഴും വിഷമം, പ്രയാസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വേദനയെക്കുറിച്ചും ആകുലതകളെക്കുറിച്ചും ഉറക്കമില്ലായ്മയെക്കുറിച്ചും തൻ്റെ കടബാധ്യതയെക്കുറിച്ചൊക്കെ അങ്ങനെ പറയുന്നത് കാണാം. അവർക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ വർഷങ്ങളായിട്ട് അവരെ കാണുമ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മൾ മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, എനിക്ക് കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ് റാഹത്തിലാണ്, അല്ലെങ്കിൽ എൻ്റെ ഇന്ന പ്രശ്നത്തിൽ ഇന്ന പരിഹാരം ഞാൻ കണ്ടെത്തി, അതുപോലെ മുമ്പ് നമ്മൾ കണ്ടെത്തിയ പരിഹാരങ്ങൾ ഓർക്കുക, അങ്ങനെയുള്ള മറ്റ് വ്യത്യസ്തമായ രീതികൾ സ്വീകരിക്കുക. അതുപോലെ നല്ല നല്ല വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. വാക്കുകൾ നമ്മൾ തന്നെ വലിയ മാറ്റം ഉണ്ടാക്കും. ഇതൊക്കെ ഒരു വീഡിയോ ഞാൻ എടുത്തതാണ്. അതുകൊണ്ട് പ്രധാന പോയിന്റുകൾ മാത്രം പറഞ്ഞു എന്ന് മാത്രം. മറ്റൊരു ഭാഗം കൂടിയുണ്ട്. എവിടെയൊക്കെ ഇപ്പോൾ ശ്രദ്ധിച്ച് വായിക്കാം. നിങ്ങൾ കാണുന്നുണ്ടോ? ഗുണമേന്മ നമ്മോട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളും ആശ്രയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് എനിക്ക് സംഭവിച്ചു എന്നതിന് പകരം ഇത് എന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നും അടുത്ത മികച്ച ചുവട് എന്താണ് എന്നും ചോദിക്കാൻ ശീലിക്കുക. ശരിയായ ചോദ്യങ്ങൾ തലച്ചോറിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രവർത്തനങ്ങളിലേക്ക് നയിക്കും. ശരിയായ ചോദ്യങ്ങൾ വരിക, പ്രശ്നങ്ങളിൽ നിന്ന് പ്രവർത്തനങ്ങളിലേക്ക് നയിക്കും. വാക്കുകൾ മസ്തിഷ്കത്തിന് നൽകുന്ന നിർദ്ദേശങ്ങൾ. നാം ഉപയോഗിക്കുന്ന ഭാഷ നമ്മുടെ ചിന്തയെ രൂപപ്പെടുത്തുന്നു. ഇത് അസാധ്യമാണ് എന്ന് പറയുമ്പോൾ തലച്ചോറ് പുതിയ വഴികൾ തേടുന്നു നിർത്തുന്നു. എന്നാൽ ഇത് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഞാനൊരു വഴി കണ്ടെത്തുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഊർജം മാറുകയും പരിഹാരങ്ങൾക്കായി മനസ്സ് തിരിയാൻ തുടങ്ങുകയും ചെയ്തു. മനസ്സ് തിരിയാൻ തുടങ്ങുമ്പോൾ തന്നെ പരിഹാരം കാണും. അതുകൊണ്ടാണ് ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ലോ അട്രാക്ഷൻ എന്നൊക്കെ നമ്മൾ കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം പറഞ്ഞ 3 പോയിൻ്റ് വളരെ പ്രധാനപ്പെട്ട, അത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വലിയൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും.